വെൽക്കം ബാക്ക്. മോർണിംഗ് വാക്ക് തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനായുള്ള ഫാക്ട് നഗർ വാക്ക്വേയിലെ തൃപ്പൂണിത്തുറയിലെ ഈ വാക്ക്വേയിൽ ഇപ്പം നമുക്ക് അത്യാവശ്യം പ്രേക്ഷകർക്ക് കാണാം ഇവിടുത്തെ സാഹചര്യം എന്താണെന്നുള്ളത്, ഇവിടുത്തെ സൗന്ദര്യം എന്താണെന്നുള്ളത്. ഈ വാക്ക്വേ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് വാക്ക്വേ ആണ്. പക്ഷേ അല്പം ഒന്ന് എന്താണ് പറയാ, വൃത്തിയാക്കിയൊക്കെ വെച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് വൃത്തിയാക്കി ഒരു ഭാഗത്ത് കാടൊക്കെ കയറി കിടക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേര് ഈ പറയുന്ന പോലെ മോർണിംഗ് വാക്കിന് എത്തുന്ന ഒരു പാത കൂടിയാണ്, ഒരു വാക്ക്വേ ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് അധികൃതർ ഇങ്ങനെ ഈ രീതിയിൽ ഇട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളിത് രണ്ടാം തവണയാണ് എത്തുന്നത്. അന്ന് നമ്മൾ വന്നപ്പോഴും പറഞ്ഞതാണ് ഇവിടെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ വഴിവിളക്കുകൾ ഉണ്ടെങ്കിലും ഇതൊന്നും നമ്മൾ വരുമ്പോഴും പ്രകാശിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ എന്തുകൊണ്ട് അധികൃതർ ശ്രദ്ധിക്കുന്നില്ല എന്നത് നമ്മളെ വീണ്ടും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇവിടെയൊക്കെ നിറയെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ഈ സൈഡിലൊക്കെ, ഈ വെള്ളത്തിലാണെങ്കിൽ പോലും. ഒരുപാട് മാറ്റി ഇവിടെ വേണമെങ്കിൽ നവീകരിക്കാവുന്നതാണ്. ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള നല്ലൊരു സാധ്യതയുണ്ട് എന്നുകൂടി ഒരിക്കൽ കൂടി അധികൃതരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പറഞ്ഞു വരുന്നത് ശശി തരൂരിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങളുടെ കാര്യമാണ്. അപ്പൊ നമ്മളത് ഓൾറെഡി ഹെഡ്ലൈൻസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് അറിയണം. പത്രങ്ങൾ എങ്ങനെയാണ് ഈ വാർത്തയെ കൈകാര്യം ചെയ്യുന്നതെന്ന് കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് പത്രങ്ങളിൽ, പ്രധാനപ്പെട്ട പത്രങ്ങളിൽ, പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പത്രങ്ങളിൽ ഒക്കെ തന്നെ ഈ വാർത്ത വന്നിട്ടുണ്ട്. അതിൽ വീക്ഷണം വളരെ കൃത്യമായിട്ട് തരൂരിനെ വിമർശിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയെ പുകഴ്ത്തിയുള്ള ഡോക്ടർ ശശി തരൂർ എംപിയുടെ ലേഖനത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. വ്യവസായങ്ങളെ വെള്ള പുതച്ചവർക്ക് ശുദ്ധിപത്രം നൽകുന്നത് ആരാച്ചാർക്ക് അഹിംസ അവാർഡ് നൽകുന്നത് പോലെയാണെന്ന് ലേഖനം വിമർശിക്കുന്നു. അനാവശ്യ വിവാദം സൃഷ്ടിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF-നെ കുരുതി കൊടുക്കരുത് എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. അതിനിടെ CPIM മുഖപത്രം ദേശാഭിമാനിയും CPI മുഖപത്രം ജനയുഗവും ശശി തരൂരിനെ പിന്തുണച്ചിട്ടുണ്ട്. MG പ്രതീഷാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും ചേരുന്നത്. പ്രതീക്ഷ, ഇതിൽ സംശയങ്ങളില്ല. നേരത്തെ KPCC നേതൃത്വം ശശി തരൂരിനെതിരെ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നിരുന്നു. KPCC അധ്യക്ഷനൊഴികെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കടുത്ത ഭാഷയിൽ പരസ്യമായി തന്നെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ മുഖപത്രം വീക്ഷണം ഒരു പടി കൂടി കടന്ന് ശക്തമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കുളമാക്കരുത് എന്നൊരു താക്കീത് കൂടിയാണ് ഈ മുഖപ്രസംഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം മറുഭാഗത്ത് CPIM നേതാക്കൾ പിന്തുണച്ചതുപോലെ ഈ പറയുന്ന ദേശാഭിമാനിയും CPI മുഖപത്രമായ ജനയുവും എല്ലാം ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ടും മുഖപ്രസംഗ ലേഖനമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ലേഖനങ്ങളെ എങ്ങനെ വിലയിരുത്താം? പ്രജിൻ പ്രവിത, LDF സർക്കാരിന്റെ വ്യവസായ നേട്ടങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ശശി തരൂരിന്റെ ലേഖനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് പുറത്തിറങ്ങിയ കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിലും അത് പ്രകടമാണ്. അതിരൂക്ഷമായ വിമർശനമാണ് വീക്ഷണം ശശി തരൂരിനെതിരെ ഉന്നയിക്കുന്നത്. അതൊരു പാർട്ടി നിലപാട് കൂടിയായി തന്നെ വീക്ഷണം അത് പറയുന്നുമുണ്ട്. പ്രധാനമായും തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF-ന്റെ വിജയം അനാവശ്യ വിവാദമുണ്ടാക്കി കുരുതി കൊടുക്കരുത്, UDF-നെ കുരുതി കൊടുക്കരുത് എന്നതാണ് പ്രധാനമായും വീക്ഷണം പറയുന്നത്. വെളുപ്പാൻ കാലം മുതൽ വെള്ളം കോരിയ ശേഷം സന്ധ്യയ്ക്ക് കുടമുടയ്ക്കുന്ന രീതി അപഹാസ്യമാണ് എന്നുകൂടി, അല്ലെങ്കിൽ പരിഹാസ്യമാണ് എന്നുകൂടി വീക്ഷണം ശശി തരൂരിനെ ഓർമ്മിപ്പിക്കുന്നു. LDF-നെതിരെ പോരാടുന്ന കോൺഗ്രസിനെ മുണ്ടിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന സമീപനം ആത്മഹത്യാപരമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് ആത്മഹത്യാപരമാണെന്ന കടുത്ത വിമർശനമാണ് തരൂരിനെതിരെ വീക്ഷണം ഉന്നയിക്കുന്നത്. ഒപ്പം കേരളത്തെ ശവപ്പറമ്പാക്കി മാറ്റിയത് CPM ആണെന്ന കുറ്റപ്പെടുത്തൽ കൂടി വീക്ഷണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഇടത് പാർട്ടികളുടെ മുഖപത്രമായ ദേശാഭിമാനിയും ജനയുഗവും തരൂരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഒപ്പം കോൺഗ്രസിനെയും UDF-നെയും വിമർശിച്ചുകൊണ്ടാണ് ദേശാഭിമാനിയിലും ജനയുഗത്തിലും ഇന്ന് ലേഖനം പുറത്തു വന്നിട്ടുള്ളത്. ഈ നാട്ടിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറയാൻ അസാമാന്യ തൊലിക്കട്ടിയും ഉളുപ്പും വേണമെന്നതാണ് കോൺഗ്രസിന് ദേശാഭിമാനിയുടെ വിമർശനം. പ്രതിപക്ഷ നേതാവും ഒരുപറ്റം കോൺഗ്രസുകാരും ചില മാധ്യമങ്ങളും ഈ ഗണത്തിലാണ് പെടുന്നതെന്നും ദേശാഭിമാനി വിമർശിക്കുന്നുണ്ട്. ഇക്കൂട്ടരാണ് ശശി തരൂരിനെയും തള്ളിപ്പറയുന്നത് എന്ന് ദേശാഭിമാനി ലേഖനത്തിൽ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തെ ദ്രോഹിക്കുമ്പോഴൊക്കെ തന്നെ ഇവർ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ള വിമർശനം കൂടി ദേശാഭിമാനി ഉയർത്തുന്നുണ്ട്. അതേ നിലപാട് തന്നെയാണ് തരൂരിനെ പിന്തുണച്ചുകൊണ്ട് ജനയുഗവും ഇന്ന് ലേഖനം എഴുതിയിരിക്കുന്നത്. ശശി തരൂരിന്റെ അഭിപ്രായം യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. കൃത്യമായി കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിന്റെ വളർച്ചകൾ കൃത്യമായി പഠിച്ച ശേഷമാണ് അദ്ദേഹം ലേഖനം എഴുതിയതെന്ന് ജനയുഗം പറയുന്നുണ്ട്. ഒപ്പം വ്യക്തികളെയോ LDF നേതാക്കളെയോ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയല്ല തരൂരിന്റെ ലേഖനമെന്ന് കൂടി ജനയുഗം പറയുന്നുണ്ട്. എന്തായാലും വലിയ ഒരു പ്രതിഷേധം തരൂരിന്റെ ഈ ലേഖനത്തിനെതിരെ കോൺഗ്രസിന്റെയും UDF-ന്റെയും ഭാഗത്തുണ്ട്. അപ്പോൾ തന്നെയാണ്
ഈ തരൂരിനെ പിന്തുണച്ചുകൊണ്ട് CPIM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയും ഒപ്പം CPI-യുടെ മുഖപത്രമായ ജനയുഗവും രംഗത്ത് വന്നിരിക്കുന്നത്. പ്രവിത. MG പ്രതീക്ഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രതീക്ഷകൾ തന്നെയാണ് പത്രങ്ങളിൽ സ്വാഭാവികമായിട്ടും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും മുഖപത്രങ്ങളിൽ അവർക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ വീക്ഷണത്തിന്റെ ഈ മുഖപ്രസംഗത്തിന് രാഷ്ട്രീയ പ്രസക്തി ഏറെയാണ്. തരൂരിനെ വലിയ ഭാഷയിൽ തന്നെയാണ് പത്രത്തിലൂടെ വിമർശിച്ചിരിക്കുന്നത്. മാത്രമല്ല തരൂര് എന്താണെങ്കിലും ഇതൊന്നും അറിയാത്ത ഒരാളല്ല. അപ്പൊ തരൂർ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്ന് തരൂർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചില സംശയങ്ങളുണ്ട്. അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ തരൂരിന് പറയാനുണ്ട് എന്ന രീതിയിലുള്ള ചില സൂചനകളും വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാം. തരൂർ എങ്ങനെ പ്രതികരിക്കുന്നു ഇന്ന് ഈ വീക്ഷണത്തിലെ മുഖപ്രസംഗത്തോടെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നേരെ വയനാടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. ഇതിൽ ഇന്ന് പ്രധാനമായും ചർച്ചയാകുന്ന ഈ കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ്, വായ്പയുമായി ബന്ധപ്പെട്ടാണ്. അതിനൊരു സമയപരിധി നിശ്ചയിച്ചിരുന്നു. അപ്പോൾ അത് എങ്ങനെ വിനിയോഗിക്കണം, ഒപ്പം തന്നെ അതിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാകും എന്നുള്ളതൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും ഉന്നതതല യോഗമാണ് നടക്കുന്നത്. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്ന നടപടികളുടെ പുരോഗതിയും ഈ യോഗം അവലോകനം ചെയ്യും. മൂല്യനിർണ്ണയം പൂർത്തിയാക്കി ഈ മാസം തന്നെ എസ്റ്റേറ്റ് ഏറ്റെടുക്കാനും ടൗൺഷിപ്പുകളുടെ ശിലാസ്ഥാപനം മാർച്ച് ആദ്യവാരം തന്നെ നടത്താനുമാണ് സർക്കാർ ആലോചിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം അല്ലേ? പാലക്കാട്. അതെ, ഈ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ വിഷയം, അതാണ് മറ്റൊരു വാർത്ത. അതിൽ ഇടത് മുന്നണി യോഗത്തിൽ സ്വീകരിക്കേണ്ട സമീപനം CPI ഇന്ന് തീരുമാനിക്കാൻ പോവുകയാണ്. ഇന്ന് ചേരുന്ന പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് വിഷയത്തിൽ വിശദമായ ചർച്ച നടത്തും. പദ്ധതിക്ക് നൽകിയ അനുമതി പിൻവലിക്കണമെന്ന പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവിന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കാനാണ് ജനുവരി 27-ന് ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിലെ തീരുമാനം. എന്നാൽ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുവെന്ന് ഉറപ്പ് ലഭിക്കുകയും ജലസ്രോതസ് ഉറപ്പാക്കുകയും ചെയ്താൽ പദ്ധതിയെ പിന്തുണയ്ക്കണമെന്ന അഭിപ്രായം മന്ത്രിമാർ അടക്കമുള്ള നേതാക്കൾക്കുണ്ട്. ഈ സാഹചര്യത്തിൽ ബുധനാഴ്ചത്തെ മുന്നണി യോഗത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതാണ് ആകാംക്ഷ. അപ്പോൾ അത് തന്നെയാണ് CPI എന്ത് നിലപാടെടുക്കുന്നു, അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, LDF-ൽ അത് ചർച്ചയാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. നമുക്ക് ഇത് ചേച്ചി പോകുന്നു. ചേച്ചി ഗുഡ് മോർണിംഗ്. പോവാണോ? ഓക്കെ. ചേച്ചിക്ക് സമയം പ്രശ്നമാണ്. ഒരുപാട് ആളുകൾ നടക്കാൻ വരുന്നുണ്ട്. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞു. ഞാൻ ഈ വാക്ക് വേയെ കുറിച്ച് ചോദിക്കാൻ പോവായിരുന്നു. ഇത് ഈ രീതിയിൽ ഒരുപാട് നാളായോ എന്നുള്ളത്. അപ്പോൾ ചേച്ചി ഒറ്റയടിക്ക് നടന്നുപോയി. അപ്പൊ അവര് കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതെ, നമ്മളിനി കമന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പവിത്രൻ പറയുന്നു, ഞാനിപ്പം എത്തി, പ്രജിൻ നടക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ പ്രവിത നേരം വെളുത്തോ എന്ന് ചോദിക്കുന്നു. നേരം വെളുത്തു, അതിങ്ങനെ വെളുത്ത് വരുന്നു. ചന്ദ്രേട്ടൻ എന്നിട്ടും പോയിട്ടില്ല കേട്ടോ. അവിടെ ഉണ്ട്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ ബാംഗ്ലൂരിലൊക്കെ പോയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എയർ ഷോ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ പോയപ്പോഴും നമ്മുടെ മോർണിംഗ് വാക്കിനെ കുറിച്ച് പറഞ്ഞ കുറെ ആൾക്കാർ, മലയാളികൾ നമ്മളെ ഒന്ന് കണ്ടിരുന്നു. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ നാട്ടിൽ പോയപ്പോൾ ശ്രുതി എന്ന് പറയുന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷക എന്നെ കണ്ടു, സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ എനിക്ക് വേറൊരു ചേച്ചി വഴി മെസ്സേജൊക്കെ അയച്ചിരുന്നു. അപ്പം അവർ കാണുന്നുണ്ടെങ്കിൽ ഹായ്, അപ്പോൾ നമുക്കുള്ള പിന്തുണ തുടരുക, ഒരു ഫാമിലി ആയിട്ട് എന്നും നമ്മുടെ മോർണിംഗ് വാക്ക് കാണുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് മോർണിംഗ് വാക്കിനെ സ്നേഹിക്കുന്ന ആളുകളുടെ സന്ദേശങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കമന്റ് ബോക്സിൽ നീതു ജോർജ് പറയുന്നു, ഹാപ്പി ടു സീ യു പ്രജിൻ ആഫ്റ്റർ മെനി ഡേയ്സ്, വി വർ മിസ്സിംഗ് യു എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. എന്തിനാ മിസ് ചെയ്തതിനല്ല, ഈ രീതിയിൽ നമ്മളെയൊക്കെ കൺസിഡർ ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. നേരത്തെ ആ ചേച്ചി ഹായ് സംസാരിക്കാതെ പോയതിന് ചമ്മിപ്പോയി എന്ന് പറയുന്നുണ്ട്. ചേച്ചി ജീവനും കൊണ്ട് ഓടിയെന്ന് മറ്റൊരാൾ പറയുന്നുണ്ട് കേട്ടോ. ഷാനിബ്, നമ്മുടെ ഷാനിബ് തിരൂരിലെ ഷാനിബ് കമന്റ്, ഒരുപാട് കമന്റ്സ് അയച്ചിട്ടുണ്ട്. ഷാനിബെ കമന്റ് കാണുന്നുണ്ട്, മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ക്രിസ്ത്യൻ ചേച്ചിയെ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ചേച്ചി അടുത്ത ദിവസം തന്നെ മോർണിംഗ് വാക്കിന് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ആ പ്രതീക്ഷയിലാണ്, ചേച്ചി എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, US-ൽ നിന്നുള്ള അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായുള്ള 3ാമത്തെ സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങി. 112 അനധികൃത കുടിയേറ്റക്കാരാണ് രാജ്യത്ത് തിരികെ എത്തിയത്. 3ാമത്തെ സംഘത്തിൽ 23 സ്ത്രീകളും 10 കുട്ടികളും ഉണ്ടായിരുന്നു. മടങ്ങിയെത്തിയവരിൽ 44 പേർ ഹരിയാനയിൽ നിന്നും, 33 പേർ ഗുജറാത്തിൽ നിന്നും, 31 പേർ പഞ്ചാബിൽ നിന്നുമാണ് ഉള്ളത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഈ സംഘത്തിലുണ്ട്. സ്ത്രീകൾ ഒഴികെ പുരുഷന്മാരെ വിലങ്ങണിയിച്ചാണ് ഇത്തവണയും കൊണ്ടുവന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ 333 പേരാണ് US-ൽ നിന്ന് രാജ്യത്ത് തിരികെ എത്തിയിരിക്കുന്നത് ഈ യുദ്ധത്തിൽ.
ഇപ്പോൾ നരേന്ദ്രമോദിയും ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അപ്പോൾ വിലങ്ങണിയിക്കുന്നതിൽ മാറ്റമൊന്നുമില്ല. അതിൽ വലിയ പ്രതിഷേധവും പടരുന്നുണ്ട് രാജ്യത്ത്. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് ശേഷവും മോദി അവിടെ പോയി ട്രംപിനെ കണ്ടതിന് ശേഷവും എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചർച്ചയായില്ല എന്നുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചോദിക്കുന്നത്. രണ്ട് ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നൊരു വിമാനം അങ്ങോട്ട് പോയിട്ട് ആൾക്കാരെ കൊണ്ടുവരാത്തത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യുദ്ധവിമാനം ഇങ്ങനെ മറ്റു രാജ്യത്തേക്ക് നിരന്തരം വരുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നവരും ഒരു വിഭാഗമുണ്ട്. എന്തായാലും ഈ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് ഓരോ സൈനിക വിമാനത്തിനും ചെലവാകുന്ന തുക എത്രയാണെന്നറിയോ? $10 ലക്ഷം അതായത് ചാർട്ടേഡ് വിമാനങ്ങളെക്കാൾ മൂന്നിരട്ടി തുക. യുഎസിന് പക്ഷേ അതൊരു പ്രശ്നമല്ല. യുഎസിന് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ പ്രഥമമായിട്ടുള്ള. ഇനി അത് പ്രശ്നമാവോ വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് നമുക്ക് പാരയായിട്ട് വരുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അതെ, റിപ്പോർട്ട് കാണാം. മുൻകാലങ്ങളിൽ ചാർട്ടേഡ് വിമാനങ്ങളിലാണ് അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സൈനിക വിമാനങ്ങളാണ്. ചാർട്ടേഡ് വിമാനങ്ങളെക്കാൾ 3 മടങ്ങ് ചെലവ് കൂടുതലാണ് സൈനിക വിമാനങ്ങൾക്ക്. C-17A ഗ്ലോബ് മാസ്റ്റർ 3 എന്ന വലിയ സൈനിക വിമാനത്തിലാണ് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. 1995 അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായ ഈ വിമാനങ്ങൾ ലോകത്ത് പലയിടത്തും സൈനിക ആവശ്യങ്ങൾക്കായി അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ കണക്ക് പ്രകാരം മണിക്കൂറിന് $8,577 ചാർട്ടേഡ് വിമാനത്തിന്റെ ചെലവ്. US എയർ മൊബിലിറ്റി കമാൻഡിന്റെ കണക്ക് പ്രകാരം C-17 വിമാനത്തിന് മണിക്കൂറിന് ചെലവ് $28,562. കമേഴ്ഷ്യൽ ഹബ്ബുകൾക്ക് പകരം സൈനിക താവളങ്ങളിലെത്തിയാണ് ഇവയിൽ ഇന്ധനം നിറയ്ക്കുന്നത്. ഒരു സൈനിക വിമാനം ഇന്ത്യയിലെത്തി മടങ്ങുന്നതിന് ഏറ്റവും കുറഞ്ഞത് $10 ലക്ഷം ചെലവുണ്ടെന്നാണ് വിവരം. അതായത് നാട് കടത്തപ്പെടുന്ന ഓരോ ഇന്ത്യക്കാരനും അമേരിക്ക ചെലവാക്കുന്നത് ശരാശരി $10,000 സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് അമേരിക്കൻ യാത്രാ വിമാനത്തിൽ $500, ബിസിനസ് ക്ലാസിൽ $4,000 മാത്രമേ ചെലവുള്ളൂ എന്നും അറിയുക. റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ ചെലവുണ്ട്, വരുന്നതിനും ചെലവുണ്ട്. അപ്പം ഈ അനധികൃത കുടിയേറ്റത്തെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് ഏത് രാജ്യത്താണെങ്കിലും അനധികൃതമായി രേഖകളില്ലാതെ കുടിയേറുന്നത്, താമസിക്കുന്നത് തെറ്റാണ്. അത് ഇന്ത്യയിലാണെങ്കിലും ആരാണെങ്കിലും നമ്മളും അവരെ പുറത്താക്കാറുണ്ട്. സമാനമായിട്ടുള്ള പ്രശ്നം നേരിടുന്നുണ്ട് മറ്റു രാജ്യങ്ങളിൽ, അയൽ രാജ്യങ്ങളിൽ നിന്ന്. അതെ, മനുഷ്യത്വരഹിതമായി ഇങ്ങനെ കാൽവിലം കണിയിച്ച് കൊണ്ടുവരുന്നതിനെതിരെയാണ് സ്വരം ഉയരുന്നത്. പക്ഷേ അമേരിക്ക അതൊന്നും കൂട്ടാക്കുന്നില്ല. സ്ത്രീകളെയും കുട്ടികളെയും ഒഴിവാക്കുന്നല്ലാതെ പുരുഷന്മാരെ ഇന്നലെയും കൊണ്ടുവന്നത് കൈവിലം കണിയിച്ച് തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത വരുന്നുണ്ട്. ഇന്ത്യക്കുള്ള $2.1 കോടി US സഹായം റദ്ദാക്കി. ബോധവൽക്കരണത്തിലൂടെ വോട്ടിംഗ് ശതമാനം പണി കൊടുക്കാൻ അമേരിക്കക്ക് അറിയാം. അതെ, വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നതിന് ഇന്ത്യക്ക് നൽകിയിരുന്ന സഹായധനമാണ് ട്രംപ് ഭരണകൂടം നിർത്തലാക്കിയത്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് തീരുമാനം. മാത്രമല്ല ഇപ്പോൾ US ഭയങ്കരമായിട്ടുള്ള ചെലവ് ചുരുക്കലാണ് നടക്കുന്നത്. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടേതാണ് ഈ തീരുമാനം. സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് ഈ തീരുമാനം അറിയിച്ചത്. വിവിധ രാജ്യങ്ങളിലെ ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിനായി $486 ദശലക്ഷം അമേരിക്ക ചെലവഴിക്കുന്നത്. അപ്പോൾ അമേരിക്ക ഈ പല രീതിയിൽ പല രാജ്യങ്ങളും ചൂഷണം ചെയ്യുന്നുണ്ട്, അതിന് വേണ്ട എന്നൊരു നിലപാടുണ്ട് ട്രംപിന്റെ അനുയായികൾക്കെല്ലാം. ഇപ്പം സുഹൃത്തെന്ന് പറയുന്ന ഇലോൺ മസ്കിനടക്കം ആ രീതിയിലുള്ള തീരുമാനങ്ങളാണ്, നിലപാടാണ്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരെ ആളുകളെ പറഞ്ഞു വിടുകയാണ്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി എന്ന് പറഞ്ഞിട്ടാണ് ആളുകളെ പറഞ്ഞു വിടുന്നത്. അപ്പം പലതരത്തിൽ അമേരിക്ക ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നത് ലോകത്തെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട് അല്ലെ? മറ്റൊരു വിഷമമുള്ള വാർത്ത വരുന്നു. ഒരു അനിഷ്ട സംഭവം നടന്നുണ്ട് തൃശ്ശൂർ മാള അഷ്ടമിച്ചിറയിൽ ഭർത്താവിന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യ മരിച്ചു എന്നൊരു വാർത്തയാണ്. അഷ്ടമിച്ചിറ സ്വദേശി ശ്രീഷ്മയാണ് മരിച്ചത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഭർത്താവ് മാസൻ ശ്രീഷ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വിവരങ്ങളുമായി സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ്, രാവിലെ തന്നെ സങ്കടകരമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിധ, ഏറെ സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജനുവരി 29-നാണ് മാള അഷ്ടമിച്ചിറ സ്വദേശിയായിട്ടുള്ള ശ്രീഷ്മയെ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ ഈ രക്തത്തിൽ അണുബാധ ഉണ്ടാകുകയും ശ്രീഷ്മ ഇന്ന് പുലർച്ചയോടുകൂടി മരിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഈ ഭർത്താവ് ഈ ശ്രീഷ്മയുമായി തർക്കത്തിൽ ഏർപ്പെടുന്നതും പിന്നീട് വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നതും. ഈ സംഭവത്തിന് പിന്നാലെ ഭർത്താവിനെ
പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഭർത്താവ് ഇപ്പോഴും ഈ റിമാൻഡിൽ കഴിയുകയാണ്. ഈ ദിവസങ്ങളായി ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഈ അണുബാധ ബാധിച്ച് ഈ ഗുരുതരാവസ്ഥയിലാകുകയും പിന്നീട് ശ്രീഷ്മ ഇപ്പോൾ ഈ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിട്ടുള്ളത്. പ്രതിക്കെതിരെ ഇനിയിപ്പോൾ കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീഷ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നുള്ളതായിരുന്നു ഈ അയൽവാസികളുടെ അടക്കം പ്രതീക്ഷ. അവർ ഈ ശ്രീഷ്മയ്ക്ക് വേണ്ടി ഈ ചികിത്സാ സഹായം അടക്കം ഈ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പണത്തിന് വേണ്ടി പണം അടക്കം സ്വരൂപിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലായിരുന്നു ഈ മരണം. യെസ്, ദാരുണമായ സംഭവമാണ്. സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. അപ്പോൾ സങ്കടവാർത്ത ഒരുപാടുണ്ട്. അത് വരുമ്പോൾ പല പ്രേക്ഷകരും പറയുന്നു ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ്. അപ്പോൾ നമുക്കൊന്ന് റിലാക്സ് ആവണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ചെറിയ ഇടവേള നമ്മൾ എടുക്കാൻ പോവാണ്. അതായത് ഇപ്പോൾ ഈ സ്ഥലം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫാക്ട് നഗർ വാക്ക് വേ, വളരെ മനോഹരമായ സ്ഥലമാണ്. പക്ഷേ ഈ വാക്ക് വേ എന്തുകൊണ്ടോ അധികൃതർ അത്ര ശ്രദ്ധിക്കുന്നില്ല എന്നത് നമ്മളെ സങ്കടപ്പെടുത്തുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാഴ്ചകളാണ് വളരെ രസകരമായ, നല്ല കണ്ണിന് അല്ലെ സുഖമുള്ള കാഴ്ചകൾ. രാവിലെ നടക്കാൻ പറ്റിയ സ്ഥലമാണ്. ഈ കാട് മൂടി കിടക്കുന്ന നല്ല കൊതുകുകടിയുണ്ട്. അതുണ്ട്. അത് നേരത്തെ പ്രവിത വന്നപ്പോ തൊട്ട് ഇതായിരുന്നു പരിപാടി. കൊതുക് ഇങ്ങനെ ചുറ്റും പറക്കുകയാണ്. ഡാൻസ് കൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ പ്രേക്ഷകർ കാണാത്ത സമയത്ത്. അപ്പൊ കുയിലിന്റെ മണിനാദം കേൾക്കുന്നു നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നു. തിരിച്ചെന്തേലൊക്കെ പാടൂ എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അത്ര അങ്ങോട്ട് ശ്രുതി സുഖമുള്ളതല്ല നമ്മുടെ പാട്ട്, എന്റെ പാട്ട് കേട്ടോ. കുയിലിന്റെ അത്രയും എങ്കിലും നമ്മളൊന്ന് ശ്രമിക്കും. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞു. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വളരെ പെട്ടെന്ന് മറ്റൊരു വാർത്തയിലേക്ക് പോകും. പൂക്കാട്ടുപടിയിലേക്ക് ഒന്ന് പോകണം. അവിടെ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് നമ്മൾ നിതിൻ അംബുജൻ എത്തിയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ എന്ന് ചോദിക്കാം. നിതിൻ, അവിടെ ഒരു പ്ലാസ്റ്റിക് ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിലവിലെ സാഹചര്യം എന്താണ്? തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? പ്രജിൻ, തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണുന്നുണ്ട്. വലിയ തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായത്. പുലർച്ചെ ഏതാണ്ട് 3:30 തന്നെ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തും നടന്നു വരികയാണ്. പ്ലാസ്റ്റിക് ഗോഡൌൺ, പ്ലാസ്റ്റിക് സംഭരിച്ച സ്ഥലത്ത് തീപിടുത്തം ഉണ്ടാവുകയാണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്രദേശമാണ്. അത്യാവശ്യം ഏതാണ്ടൊരു വലിപ്പമുള്ളൊരു പ്ലാസ്റ്റിക് ഗോഡൌൺ ശേഖരമാണ്. ഇവിടെയാണ് രാവിലെ 3:30 തന്നെ തീപിടുത്തം ഉണ്ടായത്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് വ്യക്തമല്ല. എന്തായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്തും ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നു വരികയാണ്. രാവിലെ 4 മണിയോട് തന്നെ എറണാകുളം ജില്ലയിലെ വിവിധ ഫയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ഇവിടേക്ക് ഫയർഫോഴ്സ് എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം എന്തായാലും നടന്നു വരുന്നത്. എടത്തല പഞ്ചായത്തിലെ മാളേക്കപ്പടി കോരങ്ങാട് മൂലയിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. എന്തായാലും ആലുവയിൽ നിന്നുള്ള കൂടുതൽ ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. വീടുകൾ പരമാവധി വീടുകളിലേക്ക് ഈ ഒരു തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും നടന്നു വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു പ്ലാസ്റ്റിക് ഗോഡൌൺ ശേഖരം. അതുകൊണ്ട് തന്നെ തീ വേഗത്തിൽ പടരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനുള്ള ശ്രമം എന്തായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും നടന്നു വരികയാണ്. ചേട്ടാ, എത്ര മണി മുഴുവൻ സംഭവം ഉണ്ടായത്? ഇത് 3 മണിയെന്നാണ് പറയുന്നത്. ഞാൻ തൊട്ടടുത്താണ്, എൻ്റെ തൊട്ടപ്പുറമാണ് താമസിക്കുന്നത്. 3 മണിക്കാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായതെന്നാണ് പറയുന്നത്. 10-24 ഫയർഫോഴ്സായിട്ട് വന്ന് പോവുകയും അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും തീ കെട്ടുപടുന്നിടത്തോളം വീണ്ടും ആളി പടർന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തം ഇത് കുറച്ചുണ്ട്, അതായത് ഏക്കറേജ് കണക്കിനുണ്ട് ഇത് സ്ഥലം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീടുകളിലേക്ക് അങ്ങനെ തീ പടർന്നൊരു സാധ്യത ഉണ്ടായിരുന്നു? വീടുകളിൽ അങ്ങനെ തീ പടർന്നതായിട്ട് ആരും പറയുന്നില്ല. ഇതേ പരിസരത്തെ അതൊക്കെ ഇതിൽപ്പെട്ടാണ് ആ പരിസരമൊക്കെ. രാവിലെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഫയർഫോഴ്സ് എന്താണ് പറഞ്ഞത് തീപിടുത്തവുമായി ബന്ധപ്പെട്ട്? അല്ല, അതിനെപ്പറ്റി വ്യക്തമായിട്ട് എനിക്കറിയില്ല. ഞാനിവിടുന്ന് കുറച്ച് അറിയോ? അല്ല, അറിയില്ല, അതിനെപ്പറ്റി അറിയില്ല എന്താണ് തീപിടുത്തം. ഏതാണ്ട് ഈ നാട്ടുകാരൻ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 1 ഏക്കർ പ്രദേശത്ത് ഈ ഒരു പ്ലാസ്റ്റിക് ശേഖരമാണുള്ളത്. ഇവിടെയാണ് രാവിലെ 4 മണിയോടുകൂടി തന്നെ തീപിടുത്തമുണ്ടായത്. എന്തായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്ത് ഇപ്പോൾ തീ അണക്കാനുള്ള ശ്രമം നടന്നു വരികയാണ്. ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. എന്തായാലും ആലുവയിൽ നിന്നും കാക്കനാട് നിന്നും കൂടുതൽ ഫയർഫോഴ്സ് ഇവിടെ എത്തി തീ അണക്കാനുള്ള ശ്രമം നടന്നു വരുന്നുണ്ട്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് വ്യക്തമല്ല. പ്ലാസ്റ്റിക് ശേഖരിച്ച് ഇവിടെ സംഭരിച്ച് ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തീ പടരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനുള്ള നടപടികൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത്
നിന്നും നടന്നു വരുന്നുണ്ട്. ഞാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് പരമാവധി തീ നിയന്ത്രിക്കാനുള്ള നടപടി ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ തീ പൂർണ്ണമായും നിയന്ത്രണവിധേയമാക്കാൻ സാധിച്ചില്ല. മറ്റു വീടുകളിലേക്ക് ഈ തീ പടരാതിരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും നടന്നു വരുന്നത്. എന്തായാലും ശക്തമായ പുകയാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നമുക്കെന്തായാലും വേഗത്തിൽ തന്നെ ഈ ഒരു തീ നിയന്ത്രണവിധേയമാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ആളപായമില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. കാരണം തൊട്ടടുത്ത് വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ തീ മറ്റു വീടുകളിലേക്ക് പടരാതിരിക്കാനുള്ള നടപടിയാണ് ആദ്യം തന്നെ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും സ്വീകരിച്ചത്. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. തീ നിയന്ത്രണ വിധേയമാക്കാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല, പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. വലിയ തീപിടുത്തമാണ് ഉണ്ടായത് പൂക്കാട്ടുപടിയിലെ പ്ലാസ്റ്റിക് ഗോഡൌണിൽ, അല്ലേ? അതെ, ഇവിടെ ഇങ്ങനെ ഒരുപാട് നടക്കാൻ ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ആളിലേക്ക് പോകാം എന്ന് തോന്നുന്നു. അതിന് മുൻപ് എല്ലാം ക്യാമറ കാണുമ്പോ എല്ലാരും ഓടുന്നു അല്ലേ? അതെ അതെ. നേരത്തെ പാട്ട് പറഞ്ഞിരുന്നു, പെട്ടെന്ന് നമുക്ക് പാട്ട് പാടുന്നോ? ഒരു പാട്ട് കൂടെ കണ്ടെത്തിയിട്ടുണ്ടല്ലേ? ഓക്കെ. ആരു പറഞ്ഞു ഞാൻ കണ്ടത് രാക്കനവാണെന്നാരു പറഞ്ഞു. 7 നിറം കണ്ടെഴുതിയതെല്ലാം മഴവില്ലു വിരിഞ്ഞതുപോലെന്നാരു പറഞ്ഞു. കളി ചൊല്ലും കുയിലാണോ കുഴലൂതും കാറ്റാണോ ആരാണി കള്ളം ചൊല്ലിയതാരാണാവൂ. ആരു പറഞ്ഞു ഞാൻ കണ്ടതൊരാക്കനവാണെന്നാരു പറഞ്ഞു. നമ്മളിങ്ങനെ പാടുമ്പോ കുയിൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പാടുന്നുണ്ട്. പക്ഷെ അതിന്റെ ഭയങ്കര രസമാണ് കേട്ടോ. കുയിലിന്റെ ആ നാദം കേൾക്കാൻ എന്ത് രസമാണല്ലേ. അപ്പോൾ നമുക്ക് ഏതാണ്ട് നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അതിൽ ഇന്ന് പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ ഒന്ന് ശശി തരൂരിന്റെ ലേഖനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ വീക്ഷണത്തിലും ഒപ്പം ദേശാഭിമാനിയിലും ജനയുഗത്തിലും ഒക്കെ തന്നെ മുഖപ്രസംഗം വന്നിട്ടുണ്ട്. അതിൽ തരൂർ എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്നത് രാഷ്ട്രീയ കൗതുകമാണ്. അത് കാത്തിരുന്ന് കാണണം. മറ്റൊന്ന് പത്തനംതിട്ടയിലെ ഈ രാഷ്ട്രീയ കൊലപാതകമാണ്. CPM വലിയ അമർഷത്തിലാണ്, പ്രതിഷേധത്തിലാണ്. RSSനെയും BJPനെയുമാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകും. കൂടുതൽ സംഘർഷത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പ്രജൻ. ഇപ്പോൾ തീപിടുത്തം നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക് ഗോഡൌണിന് തീ പിടിച്ചതുകൊണ്ട് തന്നെ അത് കുറച്ച് പാടായിരിക്കും അവിടെ തീ അണയ്ക്കാൻ. അപ്പം മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ചൂടുകാലമാണ്, ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള വാർത്ത കേൾക്കാം. ബീനയാണ് പറയുന്നത്. ശരിയാണ്, ചൂടായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു വാർത്ത കൂടി ഇപ്പൊ നമുക്ക് വരുന്നുണ്ട്. ആ വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് പോകണമെന്ന് സനൂപ് നമ്മുടെ PCR നിന്ന് പറയുന്നുണ്ട്. മുംബൈയിൽ നിന്നുള്ള വാർത്തയാണ്. മുംബൈ അന്ധേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനിടയിൽപ്പെട്ട യുവാവിനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയെന്ന ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥന്റെ സമയോചിതമായ ഇടപെടലാണ് യുവാവിന് തുണയായത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് ചേരുന്നത്. ശ്രീനാഥ്, വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്? ബാന്ദ്രയിൽ കഴിഞ്ഞ ദിവസം ബാന്ദ്രയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ട്രെയിനാണ് ലോക്ശക്തി ട്രെയിൻ. കഴിഞ്ഞ ദിവസം ഇത് അന്ധേരിയിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അന്ധേരിയിൽ വെച്ച് ഈ ട്രെയിൻ അന്ധേരിയിൽ നിന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൽ ചാടിക്കയറാനാണ് ഒരാൾ ശ്രമിച്ചത്. 40-കാരനായ രാജേന്ദ്ര മംഗേലാൽ എന്നയാളാണ് ഇത്തരമൊരു സാഹസത്തിന് മുതിർന്നത്. അദ്ദേഹം നിലതെറ്റി ഈ പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിലേക്ക് പൂർണ്ണമായി തന്നെ വീണു പോവുകയും ചെയ്തു. അവിടെ നിന്നാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സമയോചിതമായ ഇടപെടൽ, പെട്ടെന്ന് തന്നെ അയാൾ ഇടപെട്ട് ഇദ്ദേഹത്തെ വലിച്ചു പുറത്തേക്ക് കയറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഒരല്പം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ ദുരന്തം സംഭവിച്ചേക്കാമായിരുന്നു. ഈ രക്ഷപ്പെടലിനിടയിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു പാകപ്പിഴ പറ്റിയാൽ വലിയ ദുരന്തത്തിലേക്ക് അതൊക്കെ പോയേനെ. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. ഇയാൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വന്നു. പഹൂൻ സിംഗ് എന്ന ആളാണ്, ASI ആണ് ഈ രക്ഷാദൗത്യം നടത്തിയത് എന്നതാണ് നമ്മൾ
നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അഹമ്മദാബാദിലേക്കായിരുന്നു താൻ ടിക്കറ്റ് എടുത്തതെന്നും ട്രെയിൻ പുറപ്പെട്ടു പോയപ്പോൾ പെട്ടെന്ന് കയറാനുള്ള ശ്രമമായിരുന്നു, ട്രെയിനിൽ കയറാമെന്ന് താൻ അത്രയേറെ ആത്മവിശ്വാസം തനിക്ക് ഉണ്ടായിപ്പോയി എന്നതൊക്കെയാണ് ഈ രക്ഷപ്പെട്ട ആൾ ഇപ്പോൾ പറയുന്നത്. രക്ഷപ്പെടലിന്റെ ആശ്വാസ വാർത്ത പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് വാക്ക് നമുക്ക് പൂർത്തിയാക്കാം. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ. ഈ കുയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു ആംബിയൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു പോസിറ്റീവ് എനർജി നേരെ നമ്മൾ ഫ്ലോറിലേക്ക് കൊടുക്കുകയാണ്. കാക്കനാട് സ്റ്റുഡിയോയിൽ SKN തയ്യാറായി നിൽക്കുന്നുണ്ട്. SKN, ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഇനി അത്യാവശ്യം ഒരു നല്ല തട്ടുകടയിൽ പോയിട്ട് നല്ലൊരു ചായ, നല്ലൊരു 2 ഉഴുന്നുവടയും വാങ്ങിച്ച് കഴിക്കുക. ഉഴുന്നുവടയ്ക്ക് കൊച്ചിന് നല്ല ടേസ്റ്റ് ആകട്ടോ.